ഒരു കാര്യം കേട്ടോ, നമ്മൾ ഇനി കാണും ഈ കടം വീട്ടും. അടുത്ത് കേറി പാടാ. അപ്പോൾ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ആ ബസ് അവിടെ കൊടുത്തു, ക്യാഷ് നമുക്ക് കിട്ടി, 4 ലക്ഷം രൂപ നമുക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പോകണ വഴിക്ക് എന്തെങ്കിലും കഴിക്കണം. എന്തായാലും നമുക്കൊരു ബസ് ഇപ്പോൾ ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് ബസ്സിൽ കയറി, സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ്, നമുക്ക് അതിൽ കയറി പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നേരെ ട്രിവാൻഡ്രത്തേക്കാണ് പോകുന്നത്. അവിടെ പോയി നമുക്ക് പുഞ്ചിരി ട്രാവൽസിൻ്റെ ഓണറെ കണ്ട് സംസാരിച്ച് ജോലി സെറ്റാക്കണം. അപ്പോൾ ഗൈസ്, കൂടെ ശംഭുവും കൂടിയുണ്ട്. നമ്മൾ അങ്ങനെ KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ നേരെ പോകുന്ന ട്രിവാൻഡ്രത്തേക്കാണ്. ശംഭുവും കൂടെ ഉണ്ട്. അവിടെ ശംഭു, നിനക്ക് 2200 രൂപ ശമ്പളം തരാമെന്നാണ് പുഞ്ചിരി ബസ്സിലെ ഓണർ പറഞ്ഞേക്കണത്. അപ്പോൾ എൻ്റെ കൂടെയാണ് നിനക്ക് ഡ്യൂട്ടി. പിന്നെ അവർക്ക് ഡെയിലി ട്രിപ്പുകളാണ് ബാംഗ്ലൂർ, പിന്നെ അങ്ങനെ കൂടുതലും ചെന്നൈ, ബാംഗ്ലൂർ, പോണ്ടിച്ചേരി, ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും പോകാറുണ്ട്. അപ്പം നമുക്ക് ഡെയിലി ട്രിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. പിന്നെ അതുകൊണ്ട് തന്നെ ശമ്പളം, പിന്നെ നമുക്ക് ഇതിപ്പം നല്ല ലോങ്ങൊക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 10,000-3000 രൂപ 4000 രൂപ കിട്ടുമെന്നാണ് പറയണത്. എനിക്കൊരു 4000 കിട്ടും, നിനക്കൊരു 2500-3000 രൂപ എന്തായാലും തരുമെന്നാണ് അവർ പറഞ്ഞേക്കണത്. അപ്പോൾ ശമ്പളത്തിൻ്റെ കേസൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഓണറെ കണ്ടിട്ട് ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട് സംസാരിക്കുക. അപ്പോൾ സംസാരിച്ച് തെറ്റാക്കിയിട്ട് അവർ ബാക്കിയും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ അതെല്ലാം പറഞ്ഞു തരും. അത് കുഴപ്പമില്ലാണ്, എനിക്ക് മതി. അവിടെ 1250 രൂപയ്ക്ക് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. 2500 എനിക്ക് ധാരാളം, അത് മതി, ധാരാളം മതി. പിന്നെ റോളക്സിൻ്റെ കൂടെ അല്ലേ, റോളക്സ് എല്ലാം അറിഞ്ഞങ്ങ് ചെയ്യുമല്ലോ, ഫുഡായാലും എന്തായാലും. പിന്നെ 2200 എന്ന് പറയുന്ന ശമ്പളവും റോളക്സ് എന്തെങ്കിലുമൊക്കെ എനിക്ക് തരുമെന്ന് എനിക്കറിയാമല്ലോ. നമ്മൾ റോളക്സിൻ്റെ കൂടെ കുറേ വർഷം നിന്നേയല്ലേ. ഇല്ലടാ, അതൊക്കെ ഞാൻ സെറ്റാക്കി തരും. നിനക്ക് ഞാൻ പറഞ്ഞതിൽ കൂടുതൽ പൈസ ഞാൻ നിനക്ക് തന്നിട്ടില്ലേ? നമ്മളെ ടൂർ ട്രാവൽസിൽ വർക്ക് ചെയ്തപ്പോൾ നിനക്ക് ഞാൻ എത്ര രൂപയാണ് തന്നാണ്? ചില ദിവസം 3000 തരാറില്ലേ? ചില ദിവസങ്ങളിൽ മാത്രമല്ലേ 2000 തരാറുള്ളൂ. അതിൽ കൂടുതൽ തരാറുണ്ടല്ലോ. പിന്നെ അതുപോലെ നമ്മൾ ഫുഡ് നിനക്ക് വാങ്ങിച്ച് തരുന്നില്ലേ? അത് നല്ല കിടിലം ഫുഡല്ലേ വാങ്ങിച്ച് തരണം. നമ്മളൊക്കെ എല്ലാം സെറ്റാക്കി തരും, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. ഇപ്പം നമ്മൾ ഈ ട്രാവൽസിൽ ജോലി ചെയ്താലും അയാൾ ശമ്പളം കൂട്ടി തന്നിരിക്കും. വലിയ കമ്പനിയാണ്, എന്തായാലും പൈസകളും കാര്യങ്ങളൊക്കെ കൂട്ടിയിരിക്കും. നമുക്ക് അടിച്ച് പൊളിച്ചൊക്കെ പോടാ. ഇന്ന് എന്തായാലും ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, നമുക്ക് കഴിക്കണ്ടേ? എവിടെയെങ്കിലും കയറി കഴിക്കാമല്ലേ? നിങ്ങൾ നല്ലൊരു കടയിൽ നമുക്ക് എന്തായാലും ബസ് സ്റ്റാൻഡിൽ അവിടെ ഇറങ്ങുമല്ലോ, അപ്പോൾ അതിൻ്റെ അടുത്ത് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറി കഴിക്കാം. എനിക്കൊരു മട്ടൻ ബിരിയാണി മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഴിക്കാം, എനിക്കൊരു മട്ടൻ ബിരിയാണി. നമ്മളങ്ങനെ ബസ് സ്റ്റാൻഡ് എത്താറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു കട വല്ലതും കാണും. അപ്പോൾ അവിടെ കയറി വല്ലതും കഴിക്കാം. കഴിച്ചതിന് ശേഷം നമുക്ക് നേരെ ഈ ബസ് സ്റ്റാൻഡ് തൊട്ടടുത്ത് തന്നെയാണ് പുഞ്ചിരി ട്രാവൽസിൻ്റെ ഓഫീസ്. അതുപോലെ അത് മതിയാണ്, അത് മതി. A few moments later. അപ്പോൾ ഗായ്സ്, ഈ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് ഈ പുഞ്ചിരി ട്രാവൽസിൻ്റെ ഓഫീസ്. നമ്മളങ്ങനെ ട്രിവാൻഡ്രത്തോടെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇനി അങ്ങോട്ട് ഹോട്ടലിൽ പോയിട്ട് വല്ലതും കഴിച്ചതിന് ശേഷം നമുക്ക് നേരെ പുഞ്ചിരി ട്രാവൽസിൻ്റെ ഓണറിനെ കാണാൻ പോകാം. അപ്പോൾ ശംഭു, ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഹോട്ടലുണ്ട്, നമുക്ക് അവിടെ പോയി വല്ലതും കഴിക്കാം. മട്ടൻ ബിരിയാണി ഇല്ലെങ്കിൽ ചിക്കൻ ബിരിയാണിയും കഴിക്കാം. കുറച്ച് ഇതിൻ്റെ അപ്പുറത്താണ്, ഇതിൻ്റെ ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ പോകണം. ചേട്ടാ, മട്ടൻ ബിരിയാണി ഉണ്ടോ? മട്ടൻ ബിരിയാണി ഇല്ല സാർ, ചിക്കൻ ബിരിയാണി ഉണ്ട്. ശംഭു, ചിക്കൻ ബിരിയാണിയേ ഉള്ളൂ. ചിക്കൻ ബിരിയാണി മതി. അപ്പോൾ 2 ചിക്കൻ ബിരിയാണി മാത്രം മതി. ഓക്കെ സാർ. അപ്പോൾ വേഗം കഴിച്ചോളൂ. സൂപ്പർ ടേസ്റ്റ്, നല്ല ടേസ്റ്റ്.
അപ്പോൾ എത്രയായി ബിരിയാണി? 2 ബിരിയാണിയാണ് മേടിച്ചത്, 65 2 ചിക്കൻ ബിരിയാണി. എത്രയാ? 2 ചിക്കൻ ബിരിയാണി 350. A few moments later. ഓ, നിങ്ങൾ വന്നു അല്ലേ? നമ്മൾ ബസ്സൊക്കെ വേണ്ടി പുറത്ത് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഞാൻ അങ്ങോട്ട് വരാം, വന്നതിന് ശേഷം ഇതെല്ലാം പറഞ്ഞു തരാം. ബസ് നമ്മൾ അപ്പുറ സൈഡാണ് കിടക്കുന്നത്. 4 ബസ്സുണ്ട്, ഓരോ ബസ് അപ്പുറ സൈഡിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്നോട്ടാണ് ജോലിക്ക് കയറുന്നത്? ഇന്ന് മുതലാണോ അതോ നാളെ മുതലാണോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കയറാം. ഈ ആഴ്ചയ്ക്ക് അത് കയറിയാൽ മതി. നമുക്ക് 4 ബസ്സാണുള്ളത്. അപ്പോൾ 4 ബസ്സിൽ നിങ്ങൾക്ക് ഏത് ബസ്സിൽ വേണമെങ്കിൽ പോവാം. അപ്പം നിങ്ങൾ കൂടാതെ വേറെ നമുക്ക് ഡ്രൈവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. താങ്കളുടെ പേര് റോളക്സ് എന്നല്ലേ? കൂടെ ഒരു ക്ലീനർ കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ, ഷാമ്പു അല്ലേ? ഓക്കെ. അപ്പം എനിക്കാണെങ്കിൽ ഒരു കണ്ണ് കാണാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ പിള്ളേരാണ് ഇത് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ വേറെ ജോലി കിട്ടിപ്പോയി. ഇപ്പം ഞാൻ മാത്രമാണ് ഇത് നടത്തുന്നത്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ശമ്പളവും കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നതാണ്. അപ്പം റോളക്സിന് ഞാൻ തരുന്നത് 4000 രൂപയാണ്. 3000 രൂപ പറഞ്ഞാൽ 4000 തന്നെ തന്നേക്കാം. ക്ലീനറായ ഷമ്പൂവിന് നമുക്കൊരു 2800 രൂപ കൊടുക്കാം. കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ ഓട്ടോ അനുസരിച്ച് ദൂരെ പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് പൈസ കിട്ടും. അതുപോലെ നിങ്ങൾ വണ്ടി സൂക്ഷിക്കണം. വോൾവോ ബസ്സാണ്, അത്രയും കൂടിയ വണ്ടികളാണ്. അപ്പോൾ എന്തെങ്കിലും തട്ടാമുട്ട ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് നമ്മളത് കട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് ഓട്ടിക്കുക. സർവീസ് സ്റ്റേഷൻ നമുക്ക് പരിചയമുള്ള കുറേ സർവീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കൊടുത്ത് നിങ്ങൾ സർവീസ് സ്റ്റേഷൻ ചെയ്താൽ മതി. ക്യാഷ് നമ്മൾ കൊടുക്കേണ്ട, നമ്മളെല്ലാം അത് വിളിച്ച് പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുള്ള കടകളാണ് സർവീസ് സ്റ്റേഷൻ. അപ്പോൾ നിങ്ങൾ നേരെ അവിടെ പോയാൽ മതി, പൈസ കൊടുക്കണ്ട. നമ്മൾ ബസ് കാണുമ്പോൾ തന്നെ ആ ഒരു പൈസ നിങ്ങൾ ജോയിൻ ചെയ്യുന്നില്ല, നമുക്ക് പരിചയമുള്ളതിന്. അപ്പോൾ അങ്ങനെ എന്തായാലും പുതിയ ആൾക്കാരും അവിടെ ഉണ്ടെങ്കിലും എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ തന്നെ സംസാരിച്ചോളാം. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. 6-8 മണിക്ക് കയറുക. പിന്നെ ട്രിപ്പും കാര്യങ്ങളൊക്കെ കൊണ്ട് 2-3 ദിവസം നിങ്ങൾ സ്റ്റേയും കാര്യങ്ങളൊക്കെ അടിക്കേണ്ടി വരും. അപ്പം പോയിട്ട് നിങ്ങളെ ശമ്പളം പോയിട്ട് നിങ്ങളെ ചിലവ്, എക്സ്പെൻസ് ഇതെല്ലാം നമ്മളാണ് നോക്കുന്നത്. നിങ്ങളെ ചിലവ് പോയിട്ടാണ് ഈ 4000 ശമ്പളം നിനക്കും. പിന്നെ അതുപോലെ തന്നെ ഷമ്പൂവിന് 2800 രൂപയും. അപ്പോൾ നിങ്ങൾ നല്ലപോലെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലും കൂടുതൽ പൈസ കിട്ടും. പിന്നെ വലിയ ട്രിപ്പുകളൊക്കെ പോകണമെങ്കിൽ നമുക്കതനുസരിച്ച് പൈസ ഇനിയും കിട്ടും, ഷമ്പൂനും കിട്ടും, നഖം കിട്ടും. അപ്പോൾ ഇതാണ് ജോലി. അപ്പോൾ താല്പര്യമുണ്ടല്ലോ? ഓ സാർ, അത് ഓക്കെയാണ്. ഞാൻ ജോലിക്ക് കയറാൻ തയ്യാറാണ്. ഞാനും ഷമ്പുവും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ നാളെ തൊട്ട് തന്നെ കയറിക്കോളാം സാർ ജോലിക്ക്. ഇന്നിപ്പോൾ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നാളെ തന്നെ ജോലിക്ക് കയറിക്കോളാം. ഷമ്പു, നീ ഓക്കെ അല്ലേ? അണ്ണാ സെറ്റ് ഓക്കെ. അപ്പോൾ നിങ്ങൾ വന്നോളൂ, നമുക്ക് ബസ് കാണാം. A few moments later. അപ്പോൾ ഇതാണ് വോൾവോയുടെ ഫസ്റ്റത്തെ ബസ്, B8R 9600S. ഇത് ഏറ്റവും കൂടിയ സ്ലീപ്പർ കോച്ച് ബസ്സാണ്. നമുക്ക് 4 ബസ്സുള്ളത് എല്ലാം സ്ലീപ്പർ കോച്ച് ബസ്സാണ്. ഏറ്റവും കൂടിയ ബസ്സാണ് ഈ ഒരു ബസ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായിട്ട് നിങ്ങൾ വണ്ടി സർവീസിനും കാര്യങ്ങളെല്ലാം കൊടുക്കുക. പിന്നെ വണ്ടി കഴുകുക, വണ്ടി സേഫായിട്ട് കൊണ്ടുപോവുക, സൂക്ഷിക്കുക. അവിടെ കൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ വണ്ടിക്ക് അവിടെ നിന്ന് എങ്ങനെ എടുത്തുകൊണ്ട് പോകണം അതുപോലെ നിങ്ങൾ തിരിച്ചിവിടെ കൊണ്ടുവരിക. വണ്ടികൾ നിങ്ങൾ കുട്ടപ്പനായിട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഈ ഒരു ബസ്സല്ലാതെ വേറെ 4 ബസ്സുണ്ട്. അപ്പോൾ ഓട്ടം പോണ ഏതൊക്കെ ബസ് ആ ബസ് അനുസരിച്ചായിരിക്കും. ചിലപ്പം ഈ ബസ് ചിലപ്പോൾ ഓട്ടം പോകും. അപ്പോൾ നിങ്ങൾക്ക് വേറെ ബസ്സായിരിക്കും എടുക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് അങ്ങനെയാണ് നമ്മൾ ബസ് വരുന്നത്. അതുപോലെ തന്നെ ഇത് ഫുൾ ഓപ്ഷൻ ബസ്സാണ്. ഫുൾ എല്ലാ സെറ്റപ്പും ഇതിനകത്തുണ്ട്. വൈഫൈ, വണ്ടി ഫുൾ സെൻസറിലാണ് വണ്ടി ഓടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സീറ്റ്സും കാര്യങ്ങളെല്ലാം പ്രീമിയം ക്വാളിറ്റി സീറ്റ്സും കാര്യങ്ങളാണ് വരുന്നത്. സ്ലീപ്പർ കോച്ചില്ല, ഏറ്റവും കൂടിയ ടോപ്പ് എൻഡ് വോൾവോ ബസ്സാണിത്. അപ്പോൾ ഇത് B8Rൻ്റെ 9600 വോൾവോ ബസ്സാണ്. നിങ്ങൾക്ക് രണ്ടാമത്തെ ബസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ബസ്സും ടോപ്പ് എൻഡ് ബസ്സാണ്. എന്ന് വെച്ചാൽ നമുക്ക് B8R സീരീസിൽ വരുന്ന വോൾവോയുടെ ഏറ്റവും കൂടിയ ബസ്സാണ്. നമ്മൾ പറഞ്ഞ നെസ്ലിൻ്റെ ആ ഒരു വോൾവോ ബസ് കണ്ടില്ലേ, അതേ സെയിം കാറ്റഗറിയിൽ വരുന്ന ബസ് തന്നെയാണ് ഈ ഒരു ബസ്സും. പിന്നെ ഇത് ഫസ്റ്റ് ക്ലാസ്സിലെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ബസ്സാണ്. ഇതിലും സ്ലീപ്പർ കോച്ച് ബസ്സാണ്. ഇതിലെ സീറ്റ്സും കാര്യങ്ങളൊക്കെ പ്രീമിയം ക്വാളിറ്റി വരുന്ന ഒരു ബസ്സാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബസ്. അടുത്ത നമ്മളെ മൂന്നാമത്തെ ബസ് നമ്മളെ ദളപതി വിജയുടെ ഫോട്ടോ വരുന്നൊരു ബസ്സാണ്. അപ്പോൾ ആ ബസ് നമുക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ബസ് എന്ന് വെച്ചാൽ നമ്മളെ വോൾവോയുടെ 9600S എന്ന് പറയുന്ന മോഡലാണ്. അപ്പം മറ്റേ നമ്മൾ നേരത്തെ കണ്ട B8R സീരീസിൽ വരുന്ന വണ്ടിയല്ല. ഇതൊരു നോർമൽ രീതിയിലുള്ള നോർമൽ സീറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ബസ്സാണ്. ഇത് നമ്മളെ വിജയുടെ ഫോട്ടോയൊക്കെ വരുന്നൊരു ബസ്സാണ്. അപ്പോൾ ഇതുമാണ് നമ്മളെ മൂന്നാമത്തെ ബസ്. പിന്നീട് നമുക്ക് നാലാമത്തെ ബസ് എന്ന് വെച്ചാൽ നമ്മൾ KGF ആഷിൻ്റെ ഫോട്ടോ വരുന്നൊരു ബസ്സാണ്. അതാണ് നമ്മൾ ലാസ്റ്റത്തെ ബസ്, നാലാമത്തെ ബസ്സാണ്.
അപ്പോൾ ഇതിൽ നമുക്ക് AC ആണ്, ഫുൾ AC ആണ്. പിന്നെ ഇതിൽ സീറ്റ്സൊക്കെ വരുമ്പോഴാണ് പ്രശ്നമുള്ളത്. സീറ്റ്സൊക്കെ മറ്റേ കുറഞ്ഞ രീതിയിലുള്ള സീറ്റ്സാണ് വരുന്നത്, മറ്റേ അത്ര പ്രീമിയം ക്വാളിറ്റി സീറ്റ്സ് ഒന്നുമല്ല വരുന്നത്. ഇതൊരു നോർമൽ രീതിയിലുള്ള ഒരു വോൾവോ ബസ്സാണ്. നമുക്ക് കൂടുതലും ഓട്ടം വരുന്നത് B8R എന്ന് പറയുന്ന ടോപ്പ് എൻഡ് മോഡലാണ് നമുക്ക് കൂടുതലും ലോങ് യാത്രകൾ കൂടുതൽ വരുന്നത്. ഇതിൽ പിന്നെ വരും, ഇടക്കിടയ്ക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് ബസ്സുകൾ മാറി മാറി ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു ബസ് അല്ലെങ്കിൽ അടുത്തൊരു ബസ്, ചിലപ്പോൾ ഈ ഒരു ബസ് ഓട്ടത്തിൽ പോകും, അപ്പോൾ അടുത്ത ബസ്സായിരിക്കും. അതനുസരിച്ചാണ്. നമുക്ക് മൊത്തം 4 ഡ്രൈവറുണ്ട്, നിങ്ങൾ കൂടാതെ ഇനി 4 ഡ്രൈവർ കൂടെ നമുക്ക് എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ഓട്ടം പോകുമ്പം ഏതെങ്കിലുമൊക്കെ ബസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ എടുക്കാം. ചിലപ്പോൾ നിങ്ങൾ B8R, നിങ്ങൾക്ക് കൂടുതലും കിട്ടുന്ന B8R എന്ന് പറയുന്ന ബസ്സാണ്, ടോപ്പ് ആൻഡ് ബസ്സായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഇത് കൂടുതലും ലോങ് യാത്രകളാണ് നമ്മൾ തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബസ്സാണ് ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ സീറ്റ്സൊക്കെ നിങ്ങൾ കണ്ടോ, മറ്റേ അതിൻ്റെ അത്ര ഒരു കൂടിയ സീറ്റൊന്നുമല്ല, ഇത് നോർമൽ രീതിയിലുള്ള ഒരു സ്ലീപ്പർ കോച്ച് ബസ്സാണ്. അപ്പോൾ ഈ ഒരു ബസ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കെടുത്ത് ഏറ്റവും ലാസ്റ്റത്തെ ബസ്സായാലും 4ാമത്തെ ബസ് യാഷ് KGF യാഷിൻ്റെ ഫോട്ടോയൊക്കെ ഇടുന്നൊരു ബസ്സുണ്ട്. അപ്പോൾ ആ ബസ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ 4ാമത്തെ ബസ്. 4ാമത്തെ ബസ് നമ്മളെ KGF യാഷിൻ്റെ ഫോട്ടോയൊക്കെ വരുന്നൊരു ബസ്സാണ്. അപ്പോൾ ഇതും ഒരു നോർമൽ രീതിയിലുള്ള ബസ്സാണ്, വോൾവോയുടെ 9600S എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ട സെയിം സീറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ബസ്സാണ്. ഇതും AC ബസ്സാണ്. പിന്നെ മറ്റേ നമ്മളെ B8Rൻ്റെ സെയിം മോഡലല്ല, ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ദളപതി വിജയുടെ ഫോട്ടോ വരുന്ന സെയിം കാറ്റഗറിയിൽ വരുന്ന ഒരു ബസ്സാണ്. ഒരു നോർമൽ രീതിയിലുള്ള ഒരു വോൾവോ ബസ് 9600S എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് ബസ്. അപ്പോൾ 4 ബസ്സാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ബസ് വേണമെങ്കിൽ വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കൂടുതൽ ലോങ് യാത്രയായിരിക്കും തരുന്നത്. അപ്പോൾ നമ്മുടെ B8R കാറ്റഗറിയിൽ വരുന്ന പ്രീമിയം വോൾവോ ബസ്സായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പം ഇതുകൊണ്ട് ഇതിലെ സീറ്റ്സ് നിങ്ങൾ കണ്ടല്ലോ, നോർമൽ രീതിയിലുള്ള സീറ്റ്സാണ് ഈ വണ്ടിക്ക് വരുന്നത്. അപ്പം നിങ്ങൾ നാളെ തൊട്ട് ജോലിക്ക് വരുമായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞില്ല, ബസ് നിങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിക്കുക, സർവീസ് സെൻ്ററിൽ കൊടുക്കുക, വണ്ടിയുടെ കടയ്ക്ക് വണ്ടി വാഷ് ചെയ്യാൻ കൊടുക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും വണ്ടിയെ നല്ല കുട്ടപ്പനായിട്ട് കൊണ്ടു നടക്കുക. അപ്പോൾ നിങ്ങൾ നാളെ തൊട്ട് നിങ്ങൾ ജോലിക്ക് കയറിയാൽ മതി. ചേട്ടാ നമ്മൾ ഇന്ന് പോവുകയാണ്, നമ്മൾ നാളെ തൊട്ട് വരാം. വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാളെ തൊട്ട് ജോലിക്ക് വരാമെന്നാണ്. അപ്പം നിങ്ങൾ നാളെ തൊട്ട് വന്നാൽ മതി. അപ്പോൾ നിങ്ങൾ ശമ്പളം മാസം വേണോ ഡെയിലി വേണോ എന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. നമുക്ക് ഡെയിലി മതി. അപ്പോൾ നിങ്ങൾ പോയിട്ട് വാ, നാളെ നന്നായി. അപ്പോൾ ഓക്കെ, ശരി. അപ്പോൾ ശംഭു നമുക്ക് പോവാം. പോണ വഴിക്ക് നിനക്കൊരു ഗിഫ്റ്റ് ഞാൻ തരുന്നുണ്ട്, ഒരു ചിലവാണ്. അപ്പോൾ അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർക്ക് പറയാനുള്ള കാര്യങ്ങൾ നീ പറഞ്ഞോ. അപ്പോൾ ഗൈസ്, നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അടുത്ത ഇതിൻ്റെ ഒരു പാർട്ട് 3 വീഡിയോ ഉണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.